മീഡിയാസിലേക്ക് സ്വാഗതം. ഭ്രമയുഗത്തിൽ മമ്മൂട്ടിക്ക് റെക്കോർഡ് പ്രതിഫലം. ഒരു മലയാളി താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന പ്രതിഫലമാണ് ഇപ്പോൾ മമ്മൂട്ടി നേടുന്നത്. അതായത് മലയാള സൂപ്പർ താരങ്ങളിൽ മാത്രമല്ല, മലയാളി നടന്മാരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം മേടിക്കുന്ന നടനായി മാറുന്നു മമ്മൂട്ടി എന്നുള്ളതാണ്. അതാണ് ഭ്രമയുഗം ഇവിടെ ഉറപ്പിക്കുന്ന കാര്യം. മമ്മൂട്ടി സമീപകാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം മേടിച്ച സിനിമകൾ തെലുങ്കിൽ നിന്നായിരുന്നു യാത്ര 2-ഉം അതേപോലെ തന്നെ അതിനു മുമ്പ് വന്ന ഏജൻറ് എന്ന സിനിമയും. 15 കോടിക്ക് മുകളിലായിരുന്നു ആ സിനിമകൾക്കൊക്കെ മമ്മൂട്ടി പ്രതിഫലം വാങ്ങിയതായി സോഷ്യൽ മീഡിയയിലൂടെ അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ 18 കോടിയോളമാണ് മമ്മൂട്ടി ഭ്രമയുഗത്തിന് പ്രതിഫലം വാങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നതെന്ന് പറയാം. അതാണ് മമ്മൂട്ടി മാജിക്. അതായത് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം നേടുന്ന നടനായി മാറുന്നു. ഭ്രമയുഗത്തിൻ്റെ ബഡ്ജറ്റ് ഇന്ന് പുറത്തു വരുമ്പോൾ പല കാര്യങ്ങളിലൂടെ ആളുകൾ പറയാറുണ്ട്. പല സിനിമകളുടെയും പ്രൊഡക്ഷൻ കോസ്റ്റ്, നമ്മൾ കുറച്ച് നാൾ മുമ്പ് 100-150 കോടിക്ക് വന്ന സിനിമ കണ്ടു. അതിനെ സ്ക്രീനിൽ അത്ര കണ്ട് മികവാകാതെ വന്നു കഴിഞ്ഞപ്പോൾ 50 കോടിയിലേക്ക് പോകുന്നു. പിന്നീട് അത് 30 കോടിയിലേക്ക് കുറയ്ക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരുപാട് സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇവിടെ ഭ്രമയുഗം എന്ന സിനിമ വ്യത്യസ്തമാകുന്നത് അതിൻ്റെ പ്രൊഡ്യൂസർ തന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് അങ്ങിടുകയാണ്. 27,73,00,000 രൂപ പ്ലസ് പബ്ലിസിറ്റി എന്നാണ് ഭ്രമയുഗം ബഡ്ജറ്റ് പറയുന്നത്. അതായത് IMDbയിൽ സിനിമയുടേത് 25 കോടി പറയുന്നുണ്ടെങ്കിൽ ഇവിടെ 27 കോടിക്ക് മുകളിലാണ്, അല്ലെങ്കിൽ 27,73,00,000 രൂപയാണ് എന്ന് ചക്രവർത്തി രാമചന്ദ്ര അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ പോസ്റ്റിലൂടെ ആണ് പറഞ്ഞിരിക്കുന്നത്. എന്താണേലും ഇന്ന് സോഷ്യൽ മീഡിയയിൽ സജീവമാവുന്ന ചർച്ചയും അത് തന്നെയാണ്. അതിലൂടെ ഒരു കാര്യം വിളവാകുകയാണ്. സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം, അല്ലെങ്കിൽ മലയാള സിനിമയിൽ നമ്പർ 1 ആര് എന്നുള്ളൊരു ചോദ്യമാണ്. പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ പണ്ട് അല്ലെങ്കിൽ വേറെ കാലമായി കേൾക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ആർക്കാണ് കൂടുതൽ. അപ്പോഴൊന്നും മമ്മൂട്ടി 2ാം സ്ഥാനത്താണെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം വെളിവാകുന്നു. സ്വന്തം പ്രൊഡക്ഷൻ അല്ലാത്ത സിനിമകൾ വരുമ്പോൾ മമ്മൂട്ടിയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഈ റേഞ്ചിലാണ്. അദ്ദേഹത്തിൻ്റെ തുടർച്ചയായ 12ഓളം സിനിമകൾ വിജയം, 12ൽ ഒരെണ്ണം ഒഴികെ ബാക്കി എല്ലാം തന്നെ വിജയമായിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ വേറെ ആരാണ് ഇത്രയും പ്രതിഫലം മേടിക്കാൻ യോഗ്യൻ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. തുടർച്ചയായി പരാജയപ്പെടുന്ന സിനിമകളുള്ള നടന്മാർ പോലും നമുക്ക് കാണാൻ കഴിയുന്നത് ബേസിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു വലിയ എമൗണ്ട് മേടിച്ച് തന്നെ മുന്നോട്ട് പോകുന്നതാണ്. ഇവിടെ ഭ്രമയുഗം എത്തുകയാണ് ഫെബ്രുവരി 15-ന്. അതിനകത്തിൽ ബഡ്ജറ്റ് വന്നിരിക്കുന്നത് 30 കോടിക്കടുത്ത്. ആൻമേഘ മീഡിയാസ് ആണ് കേരള ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു റിലീസ് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ പ്രൊഡ്യൂസർക്ക് ഈ ഒരു സിനിമ ഏത് റേഞ്ചിൽ കൊണ്ടുപോകണമെന്നറിയാവുന്നത് കൊണ്ട് തന്നെയായിരിക്കാം ഇത്രയും കാശ് മുടക്കി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ വരുന്നത്. എന്താണേലും മമ്മൂട്ടിയുടെ പ്രകടനം അതിഗംഭീരമായിരിക്കും എന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. 100-200 കോടി ഒന്നും ആരും ഇവിടെ സിനിമയെക്കുറിച്ച് പറയുന്നില്ലെങ്കിലും ഒരു കാര്യം എല്ലാവരും ഉറപ്പ് പറയുന്നു, ഇത് മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റ് ആയിരിക്കും, മലയാള സിനിമയുടെ കരിയർ ബെസ്റ്റ് ആയിരിക്കും. മലയാളത്തിലെ ഓരോ താരങ്ങളും കൊതിക്കുന്ന വേഷമായിരിക്കും മമ്മൂട്ടി ചെയ്യുക എന്നുള്ളത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്.